മതപ്രീണനവും ജാതീയതയും വർഗീയതയും പറഞ്ഞു കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റ് പിടിച്ചു തിരിച്ചുവരവ് നടത്തുന്നു എന്ന് പ്രചരിപ്പിക്കുമ്പോൾ ആത്യന്തികമായി സംഭവിച്ചത് കേരളത്തിന്റെ മതേതരത്വത്തിനേറ്റ വലിയൊരു തിരിച്ചടിയാണത്. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയെല്ലാം അവരവരുടെ ആരാധനാലയങ്ങളിൽ കയറി മതം പറഞ്ഞ് ജാതി പറഞ്ഞ് BJPയെ കൊണ്ട് ഹിന്ദുത്വവും പറയിച്ചു അധികാര കസേരയിലേക്ക് നടന്നെടുക്കാൻ കോൺഗ്രസ് പരിശ്രമിക്കുമ്പോൾ കേരളത്തിന്റെ മനസ്സ് അതല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളെ മതപരമായിട്ട് ഒരുമിച്ച് നിൽക്കാൻ പഠിപ്പിക്കുന്നതിനപ്പുറം മതേതരത്വം എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ഈ നാടിന്റെ ആരാധനകളെല്ലാം അവർ ഒരുമിച്ച് ആഘോഷിക്കുകയും അതിന് പുരോഗമന ബോധമാണ് അവർക്കിടയിൽ വരുത്തേണ്ടതെന്നും അതിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രണ്ട് ദൃശ്യങ്ങൾ. ക്രിസ്തുമസ് കാലമാണല്ലോ. ഈ നാടിനെ കുറിച്ച് സംഘപരിവാറുകാർ ഒരു സൈഡിൽ കൂടി സിനിമയൊക്കെ ഇറക്കി ന്യൂനപക്ഷ വർഗീയതയെ ഇടതുപക്ഷ സർക്കാർ പിന്തുണയ്ക്കുന്നു എന്ന തരത്തിലൊക്കെ പല പ്രൊപ്പഗൻഡ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഫീൽഡിൽ ഈ നാട്ടിലെ ജനങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ ഈ രണ്ട് ദൃശ്യം കാണണം. ഇപ്പോ ശബരിമല അയ്യപ്പ സീസണുമാണ്, ഒപ്പം തന്നെ ക്രിസ്തുമസ് കാലമാണ്. ഒരു വിഭാഗക്കാർ ശരണം വിളിയുമായി മല കയറാനായിട്ട് ശബരിമലയിലേക്ക് പോകുമ്പോൾ നമ്മുടെ തെരുവുകളിലെ മറ്റൊരിടത്ത് കരോളുമായി ക്രിസ്ത്യൻ വിഭാഗക്കാരും രംഗത്തിറങ്ങുകയാണ്. ആ സന്ദർഭത്തിൽ കേരളത്തിന്റെ മതസൗഹാർദ്ദം ഈ പറയുന്ന വിഷജന്തുക്കളെ എല്ലാം കൂട്ടുപിടിച്ച് കോൺഗ്രസ് തകർത്തുകൊണ്ട് അല്ലെങ്കിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ മത സാമുദായിക സംഘടനകളെ എല്ലാം ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെയല്ല. കേരളത്തിന്റെ അന്തരീക്ഷം എപ്പോഴും ജനങ്ങൾ മതങ്ങളുടെ പേരിൽ ഭിന്നിക്കാതെ ഒരുമിച്ച് നിർത്തണമെന്ന സന്ദേശമാണ് കൃത്യമായി കൊടുക്കുന്നത്. അതെങ്ങനെയെന്ന് ആ ദൃശ്യങ്ങൾ നിങ്ങളോട് സംവദിക്കും. കണ്ടോ, ഇതാണ് 10 വർഷം ഇടതുപക്ഷം ഭരിച്ചപ്പോ ഈ നാട്ടിലെ മനസ്സുകൾക്കുള്ളിൽ വളർന്നു വന്ന മതേതര ബോധം.